കർണാടകയിൽ തുംകൂർ കാടിനോട് അടുത്ത് നിൽക്കുന്ന ഒരു കാടും നാടും തമ്മിൽ ജോയിൻ ആവുന്ന ഒരു പ്രദേശം ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു സ്ഥലത്താണ് നമ്മളുള്ളത്. വളരെ ടൗണിൽ നിന്നൊക്കെ വളരെ ഉള്ളിലാണ് നമ്മളുള്ളത്. ഇവിടെ പുലിയും 10-25 ഏക്കറിലുള്ള ഒരു പ്രോപ്പർട്ടിയാണിത്. ഇവിടെ തോട്ട ഏരിയ ആണ് മൊത്തത്തിൽ. അപ്പോൾ ഇവിടെ കുറച്ച് പശുക്കളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ പുലിയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്, കരടി ഇറങ്ങുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ ഒരു വീട്ടിലുള്ള ഇത്രയും ആളുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കാവൽക്കാരെയാണ് നമ്മൾ ഇന്ന് പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, ഒരു വളരെ എന്താ പറയുക, ഒരു വീട്ടിലെ എല്ലാ ആളുകളെയും എന്താ പറയുക, ചെറിയ കാര്യങ്ങൾക്ക് വരെ പെട്ടെന്ന് ഒരാൾ ഓടി വന്നാൽ പോലും ഈ ഡോഗ്സ് ഇവരെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കും. ഒച്ചപ്പാടുണ്ടാക്കി പേടിച്ച ആൾക്കാരെ ഓടിപ്പിക്കും. അങ്ങനെ ഒരു വീടിന്റെ കാവൽക്കാരെയാണ് നമ്മളിന്ന് പ്രസന്റ് ചെയ്യുന്നത്. കാനിക്കോർസോ ആണ്. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു വീഡിയോ ആണ്. എല്ലാ ആൾക്കാരും വീഡിയോ ഫുള്ളായിട്ട് കാണണം. ഈ ഒരു ബ്രീഡിന്റെ ഉപയോഗം എന്താണെന്നുള്ളത് എല്ലാം കൃത്യമായിട്ട് ഈ വീഡിയോയിൽ പറഞ്ഞിരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഇങ്ങനെയുള്ള ബ്രീഡിനെ വീട്ടിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു 25 ഏക്കർ നമ്മൾ തോട്ടം ഏരിയയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതിന്റെ പിറകിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഒരു കുറെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വലിയൊരു മലയാണ്, ഒരു കാടാണ്. ഓക്കെ, അപ്പൊ ഈ കാടിൽ നിന്ന് നാടിലേക്ക് വരുന്ന ഒരു ബ്ലെൻഡ് ചെയ്ത് വരുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, അങ്ങനെ ഒരു ഏരിയയിലാണ് നമ്മളുള്ളത്. ഭയങ്കര ഉള്ളായിട്ടുള്ളൊരു പ്രദേശത്താണ്. കർണാടക സ്റ്റേറ്റിലാണ് നമ്മളുള്ളത്. തുംകൂർ അല്ലേ, കറക്റ്റ് തുംകൂർ. അപ്പോൾ കാനിക്കോർസോ എന്ന് പറയുന്ന ഒരു ബ്രീഡിനെ നിങ്ങൾ എപ്പോഴും നോക്കിയാൽ മനസ്സിലാവും. ഈ ബ്രീഡിന്റെ ടെയിൽ ഡോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അതേപോലെ തന്നെ ഇയർ ക്രോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരുപാട് ഡോഗ്സിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് എന്താ പറയുക, ഇത് കാണുന്ന സമയത്ത് ഭയങ്കര മാനസികമായിട്ട് വിഷമമുണ്ടാവും. അവരെ കാണാനൊരു ഷോയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ആക്ച്വലി ഇത് ഷോയ്ക്ക് വേണ്ടി ചെയ്യുന്നതല്ല കേട്ടോ. അപ്പോൾ കറക്റ്റ് സ്ഥലത്ത് കറക്റ്റ് ബ്രീഡിനെ കറക്റ്റ് ആളെ കിട്ടിയപ്പോൾ ഞാൻ ഇത് പറഞ്ഞുതരാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ബ്രീഡ്സിനെ, കാനിക്കോർസോ പോലുള്ള ബ്രീഡ്സിനെ പുറത്ത് കൺട്രീസിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ വൈൽഡ് അനിമൽസിൽ നിന്നൊരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ബ്രീഡുകൾ വളർന്ന സമയത്ത് 5-6 ഡോഗ്സ് ഒക്കെ കൂടിയിട്ടായിരിക്കും ചിലപ്പോൾ ഒരു പുലിനെയോ അല്ലെങ്കിൽ ഒരു കടുവേനെ തുരത്തി ഓടിക്കുന്നുണ്ടാവും അവിടെ. അപ്പോൾ മലയൊക്കെ ആകുന്ന സമയത്ത് അവിടെ പുലിയൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് വൈൽഡ് അനിമൽസ് ആദ്യം ഒരു ഡോഗിന്റെ ഏറ്റവും വീക്കസ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് നെക്കൊക്കെ ആയിരിക്കും. അപ്പോൾ നെക്കിലൊക്കെ ഇത് പ്രൊട്ടക്ഷൻ ഇട്ടിട്ടുണ്ടാവും, ഇവിടെയൊക്കെ പ്രൊട്ടക്ഷൻ ഇട്ടിട്ടുണ്ടാവും, അതുപോലെ ഇവിടെ ഹാർനസ് ഇട്ടിട്ടുണ്ടാവും. അതുപോലെ ഈ ഒരു ഏരിയയിൽ ചെവിയും പിന്നെ വാലും ഉള്ളത്. അപ്പോൾ വാലിലൊരു പുലിയൊക്കെ കടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഡോഗ് ലോക്കായി. കാരണം ഡോഗിനെ തിരിഞ്ഞ് ബാക്കോട്ടേക്ക് അറ്റാക്ക് ചെയ്യാനാവില്ല. അല്ലെങ്കിൽ ചെവിയിൽ കടിച്ചു കഴിഞ്ഞാൽ ഡോഗ് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള സ്പോട്ട് ആയതുകൊണ്ട് തന്നെ ഡോഗ് വീക്കായി അവിടെ ലോക്കാവും. അപ്പോൾ ആ ഒരു ഏരിയയിലൊക്കെ ലെപ്പാഡോ അല്ലെങ്കിൽ ടൈഗറൊക്കെ ബൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഡോഗ് വീക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ടെയിൽ ഡോക്ക് ചെയ്യുന്നതും ഇയർ ക്രോപ്പിങ്ങിൻ്റെ ഒക്കെ സിസ്റ്റം വരുന്നത്. അല്ലാണ്ട് ഇതൊരു ഷോയ്ക്ക് വേണ്ടിയിട്ടുള്ള പരിപാടിയല്ല. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് എന്താണ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി നമ്മൾ ഏകദേശം ഒരു 1 year ആയിട്ടുണ്ടാവും അല്ലേ, ബിഫോർ ദാറ്റ് വീഡിയോ വി ഹാവ് ഡൺ 1 year മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ഒരു പുലിയുമായിട്ട് ഒരു കാനിക്കോർസോ ഫീമെയിൽ, ഇത് ആക്ച്വലി മെയിലാണ്. ഈ ബ്രീഡിലുള്ളൊരു ഫീമെയിൽ ഫൈറ്റ് ചെയ്തിട്ട് ആ ഡോഗിന്റെ മേത്ത് വന്നിട്ടുള്ള പാടുകളൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ കറക്റ്റ്. അപ്പോൾ സ്ഥിരമായിട്ട് ഇവിടെ പുലിയും കരടിയും ഒക്കെ വരുന്നൊരു സ്ഥലത്താണ് നമ്മളുള്ളത്. അപ്പോൾ മയിലൊക്കെ ഇവിടെ കാണാനുണ്ട്. ഈ ഒരു സമയം ആയതുകൊണ്ട് നമുക്ക് കരടിനെയും പുലിനെയും കാണിച്ചു തരാനില്ല. പക്ഷെ 10-25 ഏക്കർ ഇത് ഇങ്ങനെ മലയുടെ ചുറ്റും ഇങ്ങനെ നടുവിൽ കിടക്കുന്ന ഒരു പ്ലേസ് ആയതുകൊണ്ട് തന്നെ ഒരു കാടുമായിട്ട് വന്യ മൃഗങ്ങൾ വന്നു പോകുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഇതായി ബാക്കിൽ നിങ്ങൾ വീട് പോലെ കാണുന്നുണ്ടല്ലോ, അവിടെയൊക്കെ ഏകദേശം സ്ഥിരമായിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ പുലിയൊക്കെ വരുന്നൊരു സ്ഥലമാണ്. കരടി സ്ഥിരമായിട്ടുണ്ടാകുന്നൊരു കാഴ്ച അല്ലേ, ബിയർ വി ഹാവ് കോമൺ അല്ലേ, ഇത് ഗിരി ബ്രോ ആക്ച്വലി ഒരു എന്താ പറയാ, നമ്മള് കാനിക്കോർസോ ഫോക്കസ് ചെയ്ത് വളർത്താന്നുണ്ടെങ്കിൽ ഹൗ മെനി കാനിക്കോർസോ വി ഹാവ് നൗ? Currently, I have 7. Okay. What colors we have? I have all the colors: grey, black, Fermentino, and fawn, brindle. എല്ലാ കളേഴ്സും ഉണ്ട്. Expert blue brindle. Okay, blue brindle we don't have. Other all color. Blue color ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, ഗ്രേ ഉണ്ട്, ഫെർമെന്റിനും ഉണ്ട്, അപ്പോൾ ഫോൺ ഉണ്ട്, എല്ലാ കളേഴ്സും ഉണ്ട്. അപ്പോൾ കാനിക്കോർസോന്റെ എല്ലാ കളേഴ്സും നിങ്ങൾക്ക് കാണണം, ഡോഗ്സിനെ കാണണം. അപ്പോൾ ഇങ്ങനെയുള്ള ബ്രീഡുകളെ നിങ്ങൾക്ക് വീട്ടിൽ വളർത്തണം എന്ന് ആഗ്രഹം എന്ന് വിചാരിക്കുക. വലിയ സൈസുള്ള ബ്രീഡുകളെ വളർത്തണം എന്ന് ആഗ്രഹം എന്ന് വിചാരിക്കുക. ഭയങ്കര ഫെറോഷ്യസ് ആയിട്ടുള്ള അഗ്രസീവ് ആയിട്ടുള്ള ബ്രീഡുകളെ വളർത്തണം എന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് ഒരുപാട് കളർ വെറൈറ്റീസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ബ്ലാക്ക് ആണ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അതേപോലെ തന്നെ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഫെർമെന്റിനോ ആണ്. ഓക്കെ, ഇതേപോലെ ഇത് ഫെർമെന്റിനായിട്ട് ഒത്ത് നിൽക്കുന്ന വേറൊരു കളറുണ്ട്, ഫോൺ എന്ന് പറഞ്ഞിട്ടൊരു കളറുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് വാങ്ങണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാൻ പറ്റുന്നൊരു പ്രദേശമാണ്. ആക്ച്വലി ഒരു 7 ഡോഗ്സ് ഉണ്ടെങ്കിൽ ആളൊരു ബ്രീഡർ എന്ന് പറയണ്ട. കാരണം വർഷത്തിൽ ഒരു ബ്രീഡിംഗ് ഒക്കെയാണ് ആൾ എടുക്കുന്നത്. കാരണം ഞാനിപ്പോൾ അന്ന് ലാസ്റ്റ് ഇവിടെ വന്ന് വീഡിയോ ചെയ്ത് പോയിട്ട് 1 ലിറ്ററായിട്ട് ഇവിടെ വന്നിട്ടുള്ളൂ. അത്രയും ഡോഗ്സിന് ആൾ ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആളുടെ ഒരു ഭയങ്കര പാഷനേറ്റഡ് ആയിട്ട് വളർത്തുന്ന ഒരാളാണ്. ബ്രീഡിംഗ് ഒക്കെ എന്താ പറയുക, ചിലപ്പോൾ നല്ലൊരു ഉദ്ദേശിച്ച പോലെ ഒരു മെയിലിനെ കിട്ടിയില്ലെങ്കിൽ പുള്ളി ചെയ്യില്ല. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റുള്ള ആളാണ്. നമ്മുടെ ഒക്കെ ഒരു ഏജ് ഉള്ളതുകൊണ്ട് ആ വൈബ് നമുക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവനെ കാണുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഒരു വലിയ ഡോഗായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവന് 9 മാസം പ്രായമുള്ളൂ കേട്ടോ, പപ്പിയാണ്. ഇവന്റെ ഒരു പ്രായം ഭയങ്കര കുട്ടിത്തമാണ്. ഈ ഒരു പ്രായത്തിൽ തന്നെ ഇത്രയും സൈസ് എത്തിയിട്ടുണ്ട്. ഇവന്റെ ഹൈറ്റ് ഒക്കെ ഇനി ഒരു 2 മാസം കൂടി വെക്കാനുണ്ട്. 2 മാസം 3 മാസം ഇവന്റെ ഹൈറ്റ് കയറാനുണ്ട്. അത് കഴിഞ്ഞ് ഇവൻ മസ്കുലർ ആവാനുണ്ട്. അപ്പോൾ ഇത്രയും ചെറിയൊരു കുട്ടിക്ക് ഇത്രയും സൈസ് വരുന്നുണ്ടെങ്കിൽ ഈ ബ്രീഡിന്റെ പർപ്പസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഓക്കെ,
ഭയങ്കര കുട്ടികളിയാണ്. അപ്പൊ നമ്മൾ പ്രതീക്ഷിച്ചാൽ ഇവൻ നിൽക്കില്ല, അവൻ നിൽക്കും. നല്ല ആറ്റിറ്റ്യൂഡ് ഒക്കെ ഇട്ടുള്ള കുറെ ഫ്രെയിംസ് ഒക്കെ അവന്റെ ഉണ്ട്. സോ ബ്രോ, Hi, I'm Girish. I'm from Tumkur, Karnataka. These are my dogs. Just I have so many still there, but this is not my profession. Breeding is not my profession. My main profession is a wedding photographer. These are my just a passion to love to dogs. okay. That's why I have these kind of courses. Why are you especially into Canicorso? Last time we had, I believe we have Dogo. Yeah, Argentines Dogo also we had, Argentines right? also, Right yeah. now you are only focusing on Canicorsos. How many Canicorso right now you have? Currently I have 8. 8. Yeah. All the, tell me the colors in detail. Colors I have grey, Formentino, blue, black, and black brindles I have. You have these colors. Yeah. Okay. So why are you into Canicorso especially? Especially I had firstly I like Dogo Argentinas very much. Okay. But I have seen so much of aggression in the Dogo Argentinas. Like they are when they have started to breed Dogo and Canicorso both. In the both the Dogos are like likely mainly like they are alpha dogs. Okay. They are started much fight. aggressive. Yeah, they are They are much much aggressive. active. They are mainly breed for hunting in the other countries. But here I thought to bring the Dogo Argentina because here there is so much of leopard attacks and the salt bears are there. Okay. So I thought they will fight, and but due to that I brought the Dogo Argentinas. But after that I like the Canicorsos and they are very huge and they are like say, compared to Dogo, they are very huge. Much more family attached. yeah, family attached and like that. But once I have experienced something like when sometimes they are very friendly, but sometimes when the male get adult stage they will dominate the other males. Okay. Okay. So on that time I had attacked by the dogs, like Okay. my own dogs got fight. Okay. Okay. Your dogs themselves. Yeah, had a fight. themselves started to fight for the territory. Okay. Okay. Like that. So on that time I totally decided not to breed all the dogs, just breed focus on the one breed. Okay. And so I started. You the had a Canicorso. satisfaction in Canicorso because Yeah. they are much attached to family. Attached to and family they are and good, they're very good good. listeners. Yeah. Okay. And very protective too. ഓക്കെ ഇത്രയും ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഓന് എന്റെ മടിയിൽ കിടന്ന് കളിക്കട്ടോ. ഓന് ഇതെല്ലാം നല്ല രസമായിട്ട് ഓൻ എൻജോയ് ആണ്. നല്ല വെയിറ്റ് ഉണ്ടെന്നുള്ള നമുക്കല്ലേ അറിയുള്ളൂ. ആള് കുട്ടിയാണ്. അപ്പൊ ആൾക്കൊരു എന്താ പറയാ ക്യാരക്ടർ ഒരു അഗ്രസീവ്നെസ്സോ ആളുടെ ഒരു പ്രൊട്ടക്ഷൻ മൈൻഡ് സെറ്റ് ഒന്നും വന്നിട്ടില്ല. ആള് ഭയങ്കരമായിട്ട് ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ. അപ്പൊ ഇതാണ് ഇവരുടെ ഒരു പ്രത്യേകത. ഇവര് ഫാമിലി ആയിട്ട് ഇത് ഇപ്പൊ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇപ്പൊ ആക്ച്വലി ഇങ്ങനെ ഒരു ഏരിയയിൽ Canicorsoനെക്കാളും നല്ല ഡോഗ് ഒറിജിനൽ അല്ലേ നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷെ ആള് ഇപ്പോൾ ഗിരീഷ് ബ്രോ പലപ്പോഴും ജോലി ആവശ്യത്തിന് വേണ്ടിയിട്ട് വീഡിയോഗ്രാഫറും ഒക്കെ ആയതുകൊണ്ട് പോകുന്നതുകൊണ്ട് തന്നെ ഫാമിലിക്ക് നോക്കാൻ പറ്റണമല്ലോ. വീട്ടിലെ ലേഡീസും കുറച്ച് ഏജ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണല്ലോ ഉണ്ടാവുക. അപ്പോൾ അവർക്കൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ ഡോഗോനെ ചിലപ്പോൾ പാടായിരിക്കും. ചിലപ്പോൾ തിരിച്ചു വിളിച്ച ഡോഗോസിനെ പ്രത്യേകിച്ച് ഒരു ഭയങ്കര ഫെറോഷ്യസ് ആയിട്ട് വളർത്തി കഴിഞ്ഞാൽ പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവരെന്തെങ്കിലും പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ പോകുന്ന സമയത്ത് ചിലപ്പോൾ തിരിച്ചു വിളിച്ചാൽ കേൾക്കണമെന്നില്ല. പക്ഷെ Canicorsos കുറച്ചും കൂടി ആ കാര്യത്തിലൊക്കെ കുറച്ചും കൂടി എന്താ പറയുക ഇന്റലിജന്റ് ആണ്. ആ ഒരു കാര്യത്തിൽ അവർക്ക് ഇന്റലിജൻസ് ഉണ്ട്. അവർ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഭയങ്കര ഫെറോഷ്യസ് ആണെങ്കിൽ കൂടി നമ്മൾ തിരിച്ചു വിളിച്ചാൽ തിരിച്ച് വിളിയാക്കാനും നമ്മുടെ അടുത്തേക്ക് വരാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അത് ഈ ഒരു ബ്രീഡിന്റെ പ്രത്യേകതയാണ്. അപ്പൊ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ളത് ആക്ച്വലി ഇവന്റെ ഈ ഒരു കളറാണ് ഫെർമെന്റിനോ എന്ന് പറയുന്ന കളറാണ്. ആക്ച്വലി ഇതൊരു ടാൻ കളർ അല്ല, ഇത് വേറൊരു ലൈറ്റ് ഗോൾഡ് ഷെയ്ഡാണ്. നമ്മൾ ഈ കറക്റ്റ് സൺലൈറ്റിലൊക്കെ നിൽക്കുമ്പോഴാണ് നമുക്ക് ഈ കളറിന്റെ ഒരു പ്രത്യേകത മനസ്സിലാവും. നല്ലൊരു ശരിക്കൊരു ഷൈനിങ് ആയിട്ടുള്ള ഒരു ഫീൽ കിട്ടും. പിന്നെ ഇവളുടെ ആക്ച്വലി ഒരു ബ്ലൂ ഷെയ്ഡ് ഉണ്ടല്ലേ ചെറുതായിട്ട്. ഷീ ഹാവ് എ ബ്ലൂ ഷെയ്ഡ് റൈറ്റ്? Yeah, he have a blue shade right? blue. ഇല്ലേ? But he's a black? No. He's blue. But due to wet swimming, that he has been like that. Okay. അപ്പൊ അവനൊരു Grey color. ഓക്കെ, അവനൊരു ബ്ലൂ ഷെയ്ഡ് ആണുള്ളത്. അപ്പൊ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ കാണുമ്പോൾ കറുപ്പ് പോലെ തോന്നുന്നു. നമ്മൾ ഒന്ന് കുളിപ്പിച്ചായിരുന്നു, വെള്ളത്തിലൊന്ന് ഇറക്കിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് കുറച്ചും കൂടി കളറിൽ ചെറിയ ചേഞ്ച് ഉണ്ട്. പക്ഷെ ഉണങ്ങി കഴിഞ്ഞാൽ ആ കറക്റ്റ് ഒരു ബ്ലൂ ഷെയ്ഡിലേക്ക് വരും. എന്തായാലും വിഷ്വൽസ് നിങ്ങൾക്ക് ആഡ് ചെയ്യുന്നുണ്ട്, അത് കാണുമ്പോൾ മനസ്സിലാവും. അവന്റെ നെക്കിന്റെ അവിടെ കറക്റ്റ് ഒരു വൈറ്റ് കുഞ്ഞു പാച്ചൊക്കെ ഉണ്ട്. നല്ല രസമുള്ള ഹെഡാണ് അവന്റെ. പക്ഷെ എന്താ കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾക്ക് കാണുന്ന കാഴ്ചയിൽ അവന്റെ ഹെഡ് അടിപൊളിയാണെങ്കിലും അവന് ഹൗ ഓൾഡ് ഈസ് ഹി? He's 1.5 years. ഓക്കെ, അവന് 1.5 വയസ്സായി. അവന് 2 വയസ്സിലേക്ക് ആകുമ്പോഴാണ് ഡോഗ് അഡൽട്ട് മെച്യൂരിറ്റിയിലേക്ക് എത്തുക. പക്ഷെ ഇപ്പോഴും അവന്റെ ഹെഡ് പൂർണ്ണമായി വന്നിട്ടില്ല. ഹെഡ് കുറച്ചും കൂടെ ഒക്കെ സെറ്റ് ആവും, കാരണം ബോഡി അനുസരിച്ച് ഒന്നും സെറ്റ് ആവും. ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവർ ഷോയിലേക്ക് പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവന് എന്താ പറയാ ഒരു കുറച്ചും കൂടി ലീൻ ആയിട്ടാണ് ഇവർ കീപ്പ് ചെയ്തേക്കുന്നത്. പക്ഷെ ഇവൻ 9 മാസം പ്രായമായിട്ടുള്ളൂ. ഇവനൊരു 1.5 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് അവനേക്കാളും ഹൈറ്റ് ഉണ്ട്. കുറച്ചുകൂടെ ഹൈറ്റ് വരും, കുറച്ചും കൂടി ബോഡി കുറച്ചുകൂടി ഫില്ലാകുമ്പോൾ കുറച്ചും കൂടി നല്ല മസ്കുലറായിട്ട് ഫീൽ ചെയ്യും.
ഇവന്റെ ഹെഡ് ഇനി ഒരു 1.5 വയസ്സിന് ശേഷം ഹെഡൊക്കെ ഒന്നും കൂടി വിരിഞ്ഞ് സെറ്റ് ആവും. ഈ ഫേസ് ഒക്കെ കുറച്ചും കൂടി ഒരു എന്താ പറയുക മെന്റലി ഫേസ് ആവും. അങ്ങനെ കുറെ പ്രത്യേകതകളുണ്ട്. ചിലപ്പോൾ ഞാൻ ഇവനെ ഇത്രയും സമാധാനപരമായിട്ട് തൊടുന്നത് ചിലപ്പോൾ ഇവിടെ നിന്നൊക്കെ ആയിരിക്കും. ഇനി തൊടലൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടൊക്കെയാണ് വരുന്നെങ്കിൽ ഇവൻ ഭയങ്കര അഡൽട്ട് സ്റ്റേജിലെത്തി ഇവന്റെ സ്വഭാവം തന്നെ ടോട്ടലി മാറിയിട്ടുണ്ടാവും. അപ്പോൾ മെയിനായിട്ട് ഇങ്ങനെയുള്ള ഡോഗ്സിനെ വളർത്തുന്ന സമയത്ത് എന്താ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതെന്നറിയോ? ഇതൊരു ഒരുപാട് തെങ്ങൊക്കെ ഉള്ളൊരു തോട്ടമാണ്, തെങ്ങും തോട്ടമാണ്. അപ്പോൾ ഇവിടെ തേങ്ങയൊക്കെ ഉണ്ട്. ഇവർക്ക് തേങ്ങയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ തേങ്ങയൊക്കെ ഇടയ്ക്കിടയ്ക്ക് തേങ്ങ മേടിച്ചുകൊണ്ട് ഓടുന്നതൊക്കെയാണ് ഇവരുടെ മെയിൻ ഹോബി എന്ന് പറയുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ അത്യാവശ്യം കുറച്ച് പപ്പീസ് ഉണ്ട്. കാണിച്ചു തരാൻ കുറച്ച് നല്ല അടിപൊളി പപ്പീസ് ഉണ്ട്. അപ്പോൾ പപ്പീസ് ഹൂസ് ദ ഫാദർ? Father, no, he's not. Yeah, I'll show in the other. Okay. He's very aggressive. He is not into these dogs. Okay. Like he don't like other dogs. Okay. Yeah. So he's aggressive. He is very aggressive. He is compared to this ones. He is huger. He is very huge and he is aggressive. Okay. His father actually his father is also that dog. Okay. 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 അപ്പോൾ നിങ്ങളിപ്പോൾ കാണിച്ചു തരാൻ പോകുന്ന പപ്പീസ് ഉണ്ടല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന പപ്പീസിന് ഏത് സൈസ് എങ്ങനെ വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി പപ്പീസിന്റെ ഫാദർ ഇതല്ല, അവനുമല്ല. അപ്പൊ പപ്പീസിന്റെ ഫാദർ എന്ന് പറയുന്നത് ഇവന്റെ ഫാദറാണ്. ഓക്കെ, അപ്പൊ ആ സെയിം കോമ്പിനേഷൻ ബ്രോ ഒന്നുകൂടി ട്രൈ ചെയ്തേക്കാണ് അല്ലെ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പപ്പീസ് എങ്ങനെ വരും എന്ന് വെച്ചാൽ 9 മാസത്തിൽ ഇതേ സൈസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതേപോലെ നല്ല സൈസ് വരുന്ന പപ്പിയെ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. സോ പ്രൈസിങ്ങിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരിക്കലും ഒരു 30-40K ഒന്നും വിളിക്കരുത്. എനിക്ക് തോന്നുന്നുണ്ട് ആള് വീഡിയോഗ്രാഫർ ആണ്. കിട്ടുന്ന വരുമാനം മൊത്തം ഇതിലേക്കാണ് സ്പെൻഡ് ചെയ്യുന്നത്. ഐ ബിലീവ് യു ആർ സ്പെൻഡിങ് ഓൾ ദ മണി towards them. അപ്പോൾ ആകെ കൊല്ലത്തിലേക്ക് ഒരു ബ്രീഡിംഗ് ആണ്. അത് നല്ല ക്വാളിറ്റി നോക്കിയിട്ടാണ് ആൾ ബ്രീഡ് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ കാണുന്ന സമയത്ത്. അപ്പോൾ എന്തായാലും ഒരു പ്രൈസിങ് എന്ന് പറയുന്ന ഒരു 80K 1 lakh ഒക്കെ നിങ്ങൾ മനസ്സിൽ കാണണം. അത് ആദ്യം നിങ്ങൾ ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. ആള് റിസ്ക് എടുത്ത് ഇപ്പം നിങ്ങൾക്ക് ആലോചിച്ച് നോക്കിയാൽ മതി. ഒരു ദിവസം ഒരു 1/2 കിലോ ചിക്കൻ രാവിലെ അല്ലെങ്കിൽ ഒരു വൈകുന്നേരം 1/2 കിലോ ചിക്കൻ എന്ന് പറയുമ്പോൾ ഫീഡിന്റെ കോസ്റ്റ് എത്ര വരും എന്ന് ആലോചിച്ച് നോക്കുക. അതേപോലെ തന്നെ പപ്പീസിന്റെ കേസിലേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ പിന്നെ മാറ്റം ഉണ്ടാവും, കുറവായിരിക്കും, പക്ഷേ കോസ്റ്റ് കൂടുതലായിരിക്കും പപ്പീസിന്റെ ഫുഡ്, ഡ്രൈ ഫുഡും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ. പിന്നെ അതുമല്ല ഇവരുടെ ക്വാളിറ്റിക്കാണ് വില. അപ്പോൾ നമ്മുടെ നാട്ടിലും കാനിക്കോർസോസ് ഉണ്ടല്ലോ, 10,000 രൂപയ്ക്ക് 20,000 രൂപയ്ക്കും കാനിക്കോർസോസ് ഉണ്ടല്ലോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന സമയത്ത് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ 15,000 രൂപയ്ക്ക് കിട്ടുന്ന കാനിക്കോർസോ പപ്പിയായിട്ട് അല്ലെങ്കിൽ കാനിക്കോർസോ പപ്പിയായിട്ട് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പപ്പീസിന്റെ ഫാദറിനെയും മദറിനെയും കൊണ്ട് നിങ്ങൾ ഇവിടെ വരിക. എന്നിട്ട് ഇവരുടെ കൂടെ നിർത്തി നിങ്ങളൊന്ന് നോക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താണ് ഈ പറയുന്നതെന്നുള്ളത്. അല്ലാതെ അത് മനസ്സിലാക്കാൻ ഒരു വഴിയുമില്ല. അപ്പോൾ കമന്റ് സെക്ഷനിൽ നിങ്ങളത് പറയുന്ന ആളുകൾ ഒരുപാട് പേരുണ്ടാവും. നമ്മുടെ നാട്ടിൽ 15,000 രൂപയ്ക്ക് 20,000 രൂപയ്ക്ക് ഇതുപോലെ കാനിക്കോർസോ കിട്ടും എന്നൊക്കെ. അപ്പോൾ പറയുന്ന ആളുകളോട് എനിക്ക് ഇതേ പറയാനുള്ളൂ, നിങ്ങളിവിടെ വന്ന് നോക്കുക. അല്ലാതെ എനിക്ക് അതിലൊന്നും പറയാനില്ല. നിങ്ങൾക്ക് അഭിപ്രായം എല്ലാവർക്കും പറയാനുള്ള സ്വാതന്ത്ര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതാണ് ഫെർമെന്റിനോ, അതാണ് ബ്ലൂ. അപ്പോൾ അടുത്ത കളറിലേക്ക് നമ്മൾ പോവാം. ഒരു വലിയ മെയിൽ ഉണ്ട്. അതിന് മുമ്പ് നമുക്ക് കുറച്ച് പപ്പീസിനെയും കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പപ്പീസ്. ഇവിടെ 2 ലിറ്റേഴ്സ് അവൈലബിൾ ആണ്. അപ്പം ഇപ്പൊ 4 പപ്പീസ് കാണില്ലേ, ഇവർക്ക് എന്തായാലും ഒരു ഇതാണ് ഞാൻ പറഞ്ഞ ഒരു 80K അല്ലെങ്കിൽ 1 lakh സ്റ്റാർട്ടിങ് ആ ഒരു പ്രൈസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. ക്രോപ്പിങ്ങും കാര്യങ്ങളും ഡോക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പപ്പീസാണ്. എല്ലാ പപ്പീസും ബ്ലൂ കളറാണ്. ഓക്കെ, ബ്ലൂ അല്ലേ? ഓൾ പപ്പീസ് ബ്ലൂ. How many male puppies and 3 males and 1 female is available in this. Which is the female? Come here. This is the female. Okay, ഇതാണ് ഫീമെയിൽ പപ്പി. അയ്യോ, എല്ലാ ആൾക്കാരും ഞാൻ കാണിച്ചു തരാം. Can I remove this? Yes. Okay. അപ്പോൾ പപ്പീസിനെ നമ്മൾ ക്രോപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലായോ. ആക്ച്വലി ഇവിടെ നിങ്ങളൊരു ചെറിയൊരു ബ്ലൂ ഷെയ്ഡ് കാണുന്നില്ലേ? ആക്ച്വലി ഇത് പപ്പീസിനെ ഇയർ ക്രോപ്പ് ചെയ്ത സമയത്ത് അവർ ആ ഏരിയയിൽ ഹെയർ റിമൂവ് ചെയ്യും കേട്ടോ. ഡോക്ടേഴ്സ് തന്നെയാണ് ചെയ്യുന്നത്. അവർ ആ ഹെയർ റിമൂവ് ചെയ്യും. അതുകൊണ്ടാണ് അവിടെ ബ്ലൂ കളർ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ ആക്ച്വലി ഹെയർ റീഗ്രോ ചെയ്യും. ആക്ച്വലി ഈ ഒരു സമയത്ത് ഇവരെ ശരിക്കും പറഞ്ഞാൽ ഈ നമ്മളെന്താ പറയുക, ഇത് കോളർ അഴിച്ച് കാണിക്കുന്ന ഒരു മണ്ടത്തരമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി കാണണമെങ്കിലേ ഹെഡിൻ്റെ ഒക്കെ സൈസ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇതേ ഒരു ഓപ്ഷൻ ഉള്ളൂ. അപ്പോൾ ഇതാണ് ആകെയുള്ളൊരു എൻ്റെ അമ്മ കൂട്ടത്തിലുള്ള ഒരേ ഒരു ഫീമെയിൽ പപ്പി ഇവളാണ്. ഓക്കെ, ബാക്കി 3 മെയിൽ പപ്പീസാണ്. ഓക്കെ, എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇയർ ക്രോപ്പ് ചെയ്തു, ടെയിൽ ഡോക്ക് ചെയ്തു. അത്യാവശ്യം നല്ല അനുസരണമുള്ള പപ്പീസാണ്, ഹ്യൂജ് സൈസുള്ള പപ്പീസാണ്. അപ്പം ഞാനിതാ ആക്ച്വലി കോളർ ഇതേപോലെ സെറ്റ് ചെയ്തിട്ട് തിരിച്ചിടാൻ പോവാണേ. ഇതാ അടുത്ത മെയിൽ പപ്പി ഇതവനാണ്. അയ്യോ, ഓക്കെ, നല്ല വെയിറ്റ് ഉണ്ട്. ഒരു 8 കിലോ 7-8 കിലോ എന്തായാലും പപ്പീസ് വെയിറ്റ് ഉണ്ട്. How old are they? 60 days today. 60? Yeah. 60. Okay, vaccination, deworming, all done. Yeah, all done. KCA verification, all done. Verification is done. And we'll get the papers within 30 days. Okay, and all Kerala നിങ്ങൾക്ക് കിട്ടും. ഓൾ ഇന്ത്യ ഡെലിവറി പോസിബിൾ ആണ്. പ്രൈസിൻ്റെ കാര്യത്തിൽ മാത്രമാണ്. ക്വാളിറ്റി നോക്കുന്ന ആളുകൾക്കുള്ളൊരു ചോയ്സ് ആയിരിക്കും കേട്ടോ. ഓക്കെ, ഇത് അടുത്ത മെയിൽ പപ്പി. ആ ബ്ലൂ സ്കിന്ന് നിങ്ങൾ കറക്റ്റ് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. അടുത്ത പപ്പി ഇതാണേ.
like leopards don't directly attack to the any persons or any dog. They will plan. Okay. They will after the Leopards will plan. Yeah, for sure. They will watch if you they want to hunt something means they will watch If for a leopard is planning to attack a dog, one of our cows or dogs, what they will do? They will just watch. They will come near. If they see the leopard is somewhere there means Okay. they will come slowly and they just watch how the someone is there or like that. They will surely they will plan. Okay. They will plan after the some time when they got the good time they will surely attack. Oh, directly they will not They attack. directly in front face to face they Leopard, won't they will attack. not attack directly. Leopards directly face to face no. Oh, they they are won't shy attack. face to face first Yeah. time itself. No, they will get afraid. Okay. They will attack only from the back side. Okay. So from back side directly to the neck only. Okay. Okay. Only neck. Their target is only neck. Okay. Yeah. After on that time I had been leave all the dogs. I have left for walking. I have been using phone. Okay. But on that time. അപ്പോൾ ഇതിപ്പോൾ ഇവരുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് മനസ്സിലാക്കി കുറച്ച് പപ്പീസ് ഉണ്ട്, നല്ല അടിപൊളി പപ്പീസാണ്. അപ്പോൾ പപ്പീനെ ഞാൻ കാണിച്ചു തരാം. ആള് ഇയർ ക്രോപ്പ് ചെയ്ത് ടെയിൽ ഡോക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പപ്പീസാണ്. അപ്പോൾ ആളുടെ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലുള്ള ആളുകൾക്ക് ആ പപ്പീസ് സ്യൂട്ടബിൾ ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞുള്ള പ്രൈസും കാര്യങ്ങളൊക്കെ കുറച്ച് മാറ്റമുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ പപ്പീസിനെ കാണിച്ചു തരാം. അതുപോലെ തന്നെ വേറെ കളേഴ്സ് ഉണ്ട്, ഓരോ കളേഴ്സിനെയും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ. ആക്ച്വലി നല്ല പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ അടിപൊളി ലൊക്കേഷൻ ആട്ടോ മോനെ. ക്യാമറമാനെ ബെല്ലെ പോയിക്കോ, ബാക്കിൽ ഒരു പശു ഉണ്ട്, കുത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ മൊത്തത്തിൽ വൈൽഡും അറ്റാക്കും ഒക്കെയാണ്. പശു കുത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ അറിയില്ല. അപ്പോൾ കുറച്ച് പപ്പീസ് ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് വേറെയും നല്ല അടിപൊളി ഡോഗ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ സിക്കോ വേറൊരു കാര്യം പറയാനുള്ളത്, നല്ല രസമായിട്ടുള്ള പ്ലേസ് ആട്ടോ. ഒരു ദിവസമൊക്കെ നമുക്ക് വന്നിട്ട് സ്പെൻഡ് ചെയ്യാനുള്ള പ്ലേസ് ഉണ്ട്. ഇപ്പോൾ ഇങ്ങനെ തേങ്ങ കിട്ടി ഇങ്ങനെ ഇതിൽ കൂടെ ഒക്കെ നടന്ന് ഈ വീട് നിൽക്കുന്നത് ഈ കറക്റ്റ് ഇത്ര 20 ഏക്കറിൻ്റെ ഇടയിൽ ഒരു വീട് എന്നൊക്കെ പറയുന്ന പോലെ നല്ല രസമായിട്ടുള്ളൊരു വൈബ് സ്ഥലമാണ് കേട്ടോ. നമുക്ക് വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. എന്തായാലും ഞാൻ പപ്പീസിനെ കാണിച്ചു തരാം. അയ്യോ ഞാൻ സൈഡ് ഗോ. സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും നല്ല ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ളൊരു കാനിക്കോർസോ ഫീമെയിൽ അന്വേഷിക്കുന്ന ആളുകൾക്ക് റോക്സി ഞാൻ കഴിഞ്ഞ വർഷം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒരുപാട് ഫീമെയിൽസിന് ഒരുപാട് സ്ഥലത്ത് നമ്മൾ കാണാൻ പോയി. സ്റ്റിൽ സൗത്ത് ഇന്ത്യയിൽ അത്യാവശ്യം നല്ല ഹ്യൂജ് ആയിട്ടുള്ള ഫീമെയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റോക്സി അതിൽ ഒരാളാണ് കേട്ടോ. നല്ല ഗംഭീരമായിട്ടുള്ള നല്ല ഷൈനിങ് കോട്ടുള്ള നല്ല ബ്ലാക്ക് കളർ കാനിക്കോർസോ. ഒരു മെയിലാണോ കാനിക്കോർസോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ് എന്ന് വേണമെങ്കിൽ സിമ്പിളായിട്ട് പറയാം. പക്ഷേ ആൾ ഫീമെയിലാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്ന സമയത്ത് നമ്മൾ ബാംഗ്ലൂർ പോയിട്ട് ഇവളുടെ പാരന്റ് സ്റ്റോക്കിനെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര വ്യൂസ് ആയിരുന്നു. 5 ലക്ഷം 6 ലക്ഷം കണ്ട് പേര് നമ്മൾ യൂട്യൂബിൽ തന്നെ അന്ന് വീഡിയോ പെട്ടെന്ന് തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. ഫേസ്ബുക്കിൽ ഒരു 1 മില്യൻ്റെ അടുത്ത് ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും നല്ല റീച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് ഇവളുടെ വീഡിയോസിന്. അപ്പോൾ അതേപോലെ നല്ല ഗംഭീരമായിട്ടുള്ള നല്ല സൈസുള്ള കാനിക്കോർസ് അന്വേഷിക്കുന്ന ആളുകൾക്ക് ഇതൊരു നല്ല ചോയ്സാണ് ഞാൻ പറയാൻ കാരണതാണ്. കാരണം ഇവളുടെ പപ്പീസ് എന്ന് പറഞ്ഞാൽ ഇവളുടെ ഹൈറ്റും വെയിറ്റും ഒക്കെ ഉണ്ടാവുമല്ലോ, ജനറ്റിക്കലി അതാണല്ലോ അതിൻ്റെ കറക്റ്റ്. അപ്പോൾ പപ്പീസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കണ്ണ് തുറന്നിട്ടുണ്ടാവില്ല, എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു ധാരണയില്ല. ഫോൺ കളറാണ്, എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ടെന്ന് ആൾക്ക് ഇങ്ങനെ ഇളകുന്നതുകൊണ്ട് അറിയാമെന്നല്ലാതെ വേറെ ഒന്നും അറിയാനുള്ള പ്രായമായിട്ടില്ല. അപ്പോൾ ഇത് എങ്ങനെ ഈ പപ്പീസ് ആയി വരും എന്നുള്ളതൊക്കെ അന്വേഷിക്കുന്ന ആളുകൾക്ക് മനസ്സിലായല്ലോ. ഞാൻ ഇതിൻ്റെ അഡൽ സ്റ്റോക്കിന് അതുകൊണ്ടാണ് ആദ്യം തന്നെ കാണിച്ചു തരുന്നത്. ഇതൊരു ഫോൺ കളർ പപ്പിയാണ്. മദറിനെ പോലെ ഫുൾ ബ്ലാക്ക് കാനിക്കോർസോ നല്ല ഹ്യൂജ് പപ്പി വേണ്ട ആളുകൾക്ക് അയ്യോ ഇതാണ്, ബ്ലാക്ക് ആണ്. ഓക്കെ. അടുത്തൊരു ബ്ലൂ കളർ പപ്പിയാണേ. നേരത്തെ കാണിച്ച പപ്പീസൊക്കെ 60 ദിവസം പ്രായമുള്ള പപ്പിയാണ്. അപ്പോൾ ആ പപ്പീനെ പെട്ടെന്ന് വാങ്ങാൻ ചിലപ്പോൾ ചില ആളുകൾക്ക് പറ്റില്ല. 2-3 മാസം വെയിറ്റ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ചില ആളുകൾക്ക് ചിലപ്പോൾ വാങ്ങാൻ പറ്റും. അങ്ങനെയുള്ള ആളുകൾക്ക് ബുക്ക് ചെയ്ത് വെക്കാം. ഇത് ബ്ലൂ കളർ പപ്പിയാണ്. മദറിന് നല്ല ഹ്യൂജാണ്. സൗത്ത് ഇന്ത്യയിൽ തന്നെ നിങ്ങൾ നല്ല ഹ്യൂജ് ആയിട്ടുള്ള ഫീമെയിൽസിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരിട്ട് പോയി നിങ്ങൾ കുറച്ച് ഫീമെയിൽസിനെ കണ്ടിട്ട് ഇവിടെ വന്ന് ഇവളെ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താ പറയണേന്നുള്ളത്. ദാ ഫെർമെന്റിനോ കളർ, ഒരു ലിറ്ററിൽ തന്നെ 4 കളർ. ലോട്ടറി. യു ആർ ലക്കി ബ്രോ. Actually, she has given all the colors to me. Okay. All the Even colors the brindle. Yeah, first time she has given the brindles blue, black. Okay. Now second litter Formentino gray, black. Okay. Now fawn Formentino black, gray. Okay. I believe on the next in the next liter you will get every colors in the same liter, right? So ഇതാണ് ഫെർമെന്റിനോ. ഓക്കെ. കേട്ടോ, ആ ബ്ലൂ നോക്കിയാൽ മനസ്സിലാവും. ആ ബ്ലൂവിനേക്കാളും കുറച്ചും കൂടി ഷെയ്ഡ് മാറി കയറിയിട്ടുണ്ട്, ലൈറ്റ് ആയിട്ടുണ്ട്. ഇത് ഫെർമെന്റിനോ കൺവേർട്ട് കറക്റ്റ് ഫെർമെന്റിനോ ആയി മാറുന്നത്. ഓക്കെ. ഇത് എല്ലാ കുഞ്ഞു പപ്പീസ് ആട്ടോ. ഓക്കെ. മൊത്തത്തില് 7 പപ്പീസ്. അതില് ഒരു ഫെർമെന്റിനോ, ഒരു ബ്ലൂ, ഒരു ഫോൺ. 3 male puppies and 4 females. ഫീമെയിൽ പപ്പീസ് ആണ് കൂടുതലും. ബ്രീഡിംഗ് പർപ്പസിന് താല്പര്യമുള്ള ആളുകൾക്ക് ഇതൊരു നല്ല ചോയ്സ് ആയിരിക്കും. നല്ല ഹ്യൂജ് ആയിട്ടുള്ള കാനിക്കോർസോ നോക്കുന്ന ആളുകൾക്ക് ഇത് നല്ലൊരു ചോയ്സ് ആയിരിക്കും. അതുപോലെ തന്നെ മെയിൽ പപ്പീസ് നല്ല ഗാർഡിംഗ് പർപ്പസിന് വേണ്ടിയിട്ടും കോമ്പൗണ്ട് പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇപ്പോൾ ഫീമെയിൽ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല ഹ്യൂജ് സൈസാണ്. ഇവളൊക്കെ നല്ല ഹ്യൂജ് ആണ്. ഈ ഒരു സൈസ് ഉണ്ടെങ്കിൽ മെയിലിൻ്റെ ആവശ്യമില്ല, ഈ സൈസിലുള്ള ഒരു ഫീമെയിൽ ആയാലും മതി. അപ്പോൾ അങ്ങനെയുള്ള പർപ്പസിന് നിങ്ങൾക്ക് നല്ലൊരു അടിപൊളി ചോയ്സ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ 7 പപ്പീസും കൂടി ഉണ്ട്. അപ്പോൾ ഒന്ന് ലാസ്റ്റ് ഒന്ന് കണ്ടോ. ഞാനിനി എന്താ പറയുക, ഒരു കുറച്ച് ആളും കൂടി കാണിക്കാനുണ്ട്.
അപ്പൊ മൊത്തത്തിലൊന്ന് പപ്പീസിനെ കണ്ടോട്ടോ. ഓക്കെ, ആക്ച്വലി അതിൻ്റെ ഉള്ളിൽ ഇനിയും ഡോഗ്സ് ഉണ്ട്. നമ്മൾ ബാക്കിൽ നിന്ന് ഡോഗ്സ് കുറച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ കുറേ ഡോഗ്സ് ഉണ്ട്. പക്ഷെ നമുക്ക് കേജ് സെറ്റപ്പ് ഒക്കെ കാണിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൺസീവ് ആയിട്ടുള്ള ഡോഗ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കയറി കാണിക്കാൻ പറ്റില്ല. പക്ഷെ പപ്പീസൊക്കെ നിങ്ങൾക്ക് നേരിട്ട് വരുന്ന സമയത്ത് അവർ എല്ലാം കാണിച്ചു തരും. നല്ല വൃത്തിയിൽ നിങ്ങൾക്ക് കണ്ട് വിശ്വസിച്ച് വാങ്ങി പോവാം. ഈ പപ്പീസിനെ നിങ്ങൾ ഒരു കാരണവശാലും ഒരു എന്താ പറയുക 80K 40K ഒന്നും വിളിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. ഇത് ബോത്ത് സൈഡ് വൺ സൈഡ് മേറ്റഡ് ഫാദർ ഇസ് ഇമ്പോർട്ട് റൈറ്റ് ഫ്രം വേർ ഹി കേം ടു ഇന്ത്യ. റഷ്യൻ. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടിന്റെ കുഞ്ഞുങ്ങളാണ്. 1.5 ലക്ഷം രൂപയൊക്കെ നിങ്ങൾ കണ്ണും പൊട്ടി നിങ്ങൾ മനസ്സിൽ പ്രതീക്ഷിക്കണം പപ്പിക്ക്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് കാനി കോർസോയിലെ ബ്ലാക്ക് കളർ, അതാണ് ഫോൺ കളർ. ആക്ച്വലി ഫോൺ കളർ കോമ്പാക്ട് സൈസ് ആണ്. ഇത് മെയിൽ ഡോഗ് അല്ല, ഫീമെയിൽ ഡോഗ്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും ഇത് ഫീമെയിൽ ഡോഗ് ആണ്. അവൾ കുറച്ചും കൂടി കോമ്പാക്ട് സൈസ് ആണ്. ഷോ പെർസ്പെക്റ്റീവ് ഉള്ള ആളുകൾക്ക് ആ ഒരു സൈസ് മതിയാവും എന്നാണ് എൻ്റെ വിശ്വാസം. ആക്ച്വലി അത് അവളുടെ പപ്പീസ് ആണെങ്കിൽ അവളെ ആണെങ്കിൽ നമുക്ക് ഷോ ചെയ്യാൻ പറ്റും. ഓക്കെ, അവളും ഫെർമെന്റിനാണ്. അപ്പോൾ അവളുടെ ഫേസ് നോക്കിയാൽ കുറച്ച് ബ്ലൂ കളർ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവൾ തന്നെ ബാക്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫെർമെന്റിന് കുറച്ചും കൂടി ഡാർക്ക് കളറായിട്ടാണ് അവൾ വന്നേക്കുന്നത്. പിന്നെ ബോഡീൻ്റെ ടോപ്പ് ലൈൻ്റെ ആ ഒരു ഏരിയയിൽ അവളുടെ കളർ ചെറിയൊരു ഷെയ്ഡ് കയറിയിട്ടുണ്ട്. പക്ഷെ നല്ല രസമുള്ള ഡോഗ്സ് ആണ്, എല്ലാം നല്ല രസമുള്ള ഡോഗ്സ് ആണ്. എന്തൊക്കെ പറഞ്ഞാലും റോക്സി വേറെ തന്നെ. അപ്പൊ എന്തായാലും നിങ്ങൾ 3 കളറും കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ബ്ലാക്ക്, സെന്ററിലൊരു ഫെർമെന്റിനോ, അപ്പുറത്തൊരു ബ്ലൂ. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് എല്ലാ ഡോഗ്സിനും ഇഷ്ടമായിട്ടാണ് വിചാരിക്കുന്നു. അപ്പൊ അത്യാവശ്യം നല്ല ഹ്യൂജ് സൈസുള്ള ഡോഗ്സ് ആണ് നമ്മളെ കൂടെ നിൽക്കുന്നതും. പശു തന്നെ ഡയലോഗ് പറയാനേ സമ്മതിക്കുന്നില്ല. ഒന്ന് വൈൻഡപ്പ് ചെയ്യട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാ ആളുകൾക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു കിടിലൻ കാനി കോർസോന്റെ വീഡിയോ ആയിട്ട് മച്ചാമാരെ എല്ലാവരും കാണുന്നവരെ എല്ലാവർക്കും ബൈ.